ഫാമിലീസ് വെൽക്കം ബാക്ക്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എന്തിൻ്റെ സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ കോളിഫ്ലവർ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കാണാൻ പോകുന്നത്. ഇതെൻ്റെ ഉപ്പാൻ്റെ സീക്രട്ട് റെസിപ്പിയാണെന്ന് പറയാം. ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളത്തിൽ കോളിഫ്ലവർ നല്ലോണം ഒന്ന് മുറിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം കൂടിയിട്ട് നല്ലോണം വൃത്തിയാക്കി എടുക്കും. എന്നിട്ട് ആവശ്യമുള്ള കുറച്ച് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി മറന്നിട്ടില്ല കേട്ടോ. വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് പിന്നെ ആവശ്യമുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പും പിന്നെ എന്തെങ്കിലും ഒരു മസാലപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കട്ടോ. തൽക്കാലം ഞാൻ ചിക്കൻ മസാല എടുത്തിന് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെ. പക്ഷേ എൻ്റെ ഉപ്പ വെക്കുന്ന പോലെ ഉണ്ടാവില്ല. സീക്രട്ട് റെസിപ്പി കേട്ടോ. നമ്മുടെ പേർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവം തന്നെ. എന്ത് നല്ലോണം മിക്സ് വെൽ. ചെറിയ പാത്രം കൊണ്ട് എല്ലാം പുറത്ത് പോകുന്നു. തൽക്കാലം കൈ കൊണ്ട് നല്ല മിക്സ് ആക്കി എടുക്കാം. തൽക്കാലം ഒരു 5 മിനിറ്റ് ഇയാളെ റെസ്റ്റ് എടുക്കട്ടെ. എനിക്ക് ഇവനുള്ള പരിപാടി നമുക്ക് ഒപ്പിക്കാം. അങ്ങനെ അടുപ്പം വെച്ച് അടുപ്പത്ത് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചെടുക്കട്ടെ. വെളിച്ചെണ്ണ കുറച്ചും കൂടി ടേസ്റ്റ്. തൽക്കാലം നമ്മൾ ഓയിൽ തന്നെ എടുക്കാം. അപ്പം കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അങ്ങനെ ആവശ്യമുള്ള കുറച്ച് കടും കൂടി എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അടുപ്പത്ത് പാത്രം വയ്ക്കുമ്പോൾ ഈ കളറിലുണ്ടായിരുന്നു. പിന്നെ ഏകദേശം ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ അടുപ്പ് കത്തൽ അതിന് കളർ തന്നെ മാറി പോയിട്ടാ. ഇനിയും വീട്ടാൽ ചിലപ്പോൾ കത്തി കരിഞ്ഞു അതിന് നമ്മൾ മിക്സ് ആക്കി കോളിഫ്ലവർ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ ഒന്ന് മുളക് പൊടിയൊക്കെ പൊടിക്കിട്ടെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചാണ് കേട്ടോ. പക്ഷേ എൻ്റെ അടുപ്പ് കത്തുന്ന കാണുമ്പോൾ കരിയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒറ്റ ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുന്നില്ലേ, ഞാൻ ഒഴിച്ചത് ഒരു ഗ്ലാസ് വെള്ളയിലും ഇത് മിക്കവാറും ഒരു കലത്തിലുള്ള വെള്ളം ഒഴിച്ചെന്നാൽ എന്നൊരു തോന്നൽ. അങ്ങനെ തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇതെങ്കിലും മിക്സായി കിടക്കുമ്പോൾ ഇതുപോലെ ഉടച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ മൺചട്ടിയാട്ട വെച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാനിങ്ങനെ കൊത്തിനെ മിക്കവാറും അടുപ്പടക്കം പൊട്ടി വീണേനെ. അങ്ങനെ ഇതാ 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ കാര്യത്തിൽ തീരുമാനിച്ചിട്ട് ഞാൻ മുട്ടയും കൂടി പൊട്ടിച്ച് വെച്ചേട്ടാ. പിന്നെ മുട്ടയുടെ എണ്ണം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ചും കൂടി ടേസ്റ്റ് ഒരു മുട്ട എക്സ്ട്രാ ഒഴിക്കുന്നതിനെ. തൽക്കാലം എനിക്ക് 2 മതിയെന്ന്. പിന്നെ ഇതുപോലെ ഉടച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അല്ലെങ്കിലും പണ്ടേ ഈ കാളിഫ്ലവർ എന്ന് പറയുമ്പോൾ നാടുവിടുന്ന ആളാണ്. ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലില്ലേ, അത് പണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലാത്ത ഒരു സംഭവമായിരുന്നു. പിന്നെ എൻ്റെ ഉപ്പ ഇതുപോലെ വെച്ചിട്ട് എന്നിട്ട് ഇപ്പം ശീലമായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇതിൻ്റെ ഫാനാണ് ഞാൻ. എപ്പോൾ വീട്ടിൽ പോയാലും എനിക്കിത് മസ്റ്റാണ്. ഉപ്പാൻ്റെ സീക്രട്ട് റെസിപ്പി ആയിട്ട് ഇനി നമ്മൾ എവിടെയൊക്കെ പോകുന്നതെന്നറിയോ? ഇക്കാൻ്റെ പണി സ്ഥലത്തേക്ക് കൊടുക്കുന്നത് ടിഫിൻ ബോക്സ് പാക്കിംഗ് ആണ്. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇക്കാൻ്റെ ടിഫിൻ ബോക്സ് റെസിപ്പി ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ എപ്പോഴും പോയ റേഷനരി ചോറ് വെച്ചിരിക്കുന്നത് കുറച്ച് വറവ് എക്സ്ട്രാ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് വെച്ച് അവസാനം ചോറ് ഏതാ വറവതാൻ തിരിയാത്ത അളവിൽ വെച്ചിട്ടുണ്ട്. മിക്കവാറും ഇതിന് കലമ്പ് കിട്ടുമെന്നാണ് തോന്നുന്നത്. നോക്കാം. വീഡിയോ ഇവിടെ അവസാനിക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ഒരാൾ വീഡിയോ എടുത്തിട്ടില്ലല്ലോ. പണ്ടേ പരിപ്പ് എല്ലാവർക്കും വെറുപ്പാണെന്നറിയാം, പക്ഷെ എന്നാലും സാരമില്ല. കൂട്ടിന് ഇയാളും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനത്തെ രാവിലത്തെ പരിപ്പ് കറി ഒഴിച്ച് ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.